പലരും ഈ ബൈബിള് യാന്ത്രികമായിട്ട് വായിക്കുകയും അത് മറക്കുകയും ചെയ്യുന്നവരാണ്. ചിലരൊക്കെ ബൈബിള് വീട്ടിൽ വായിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നവരാണ്, വായിക്കുന്നവരല്ല. പൊടി പിടിച്ച ബൈബിൾ ഞാൻ പല ക്രിസ്തീയ ഭവനങ്ങളിലും കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെപ്പോലെ ഈ ബൈബിള് വായിക്കുന്ന ആളുകൾ കുറവായിരിക്കും. ഭക്തിയോ വിശ്വാസവും ഇല്ലാതെ ബൈബിൾ വായിക്കുന്ന ആളാണ്. അങ്ങനെയല്ല, വിശ്വാസത്തോടെ വായിക്കുന്നവർ ധാരാളം പേരുണ്ട്. അതല്ലാതെ വായിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. സതീശൻ ഏതാണ്ട് ഒരു പെന്തിക്കോസ്ത് ഉപദേശിയുടെ അത്രയും ബൈബിൾ അറിയുന്നതാണ്. അദ്ദേഹം പുതിയ നിയമമാണോ പഴയ നിയമമാണോ വായിക്കുന്നതെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അല്ല, ഞാൻ ചോദിച്ചത് അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളാണ് വായിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ടെർമിനോളജി വെച്ച് നോക്കും. കത്തോലിക്കരുടെ ബൈബിൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതിൻ്റെ വാചകങ്ങളും വാക്യഘടനയും ഒക്കെ. ഇദ്ദേഹം ബൈബിൾ വിശദമായിട്ട് കോട്ട് ചെയ്ത് പല പ്രസംഗങ്ങളും നടത്തി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ക്രിസ്തീയ യോഗങ്ങളിൽ പലതിലും സതീശൻ മുഖ്യ പ്രാസംഗികനായിട്ടും അല്ലെങ്കിൽ ഉദ്ഘാടകനായിട്ടൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തോടൊപ്പം ചില പരിപാടികളിൽ പങ്കെടുത്തു.